കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒരു തരത്തിലും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കഴിഞ്ഞ 3 ദിവസമായി പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത് കുറച്ചേറെ ശക്തമായി പ്രകടിപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. രാജിയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന തരത്തിലേക്ക് സമ്മർദ്ദം ശക്തമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. പക്ഷേ രാജിയുടെ ആവശ്യമില്ലെന്ന് പാർട്ടിയും സർക്കാരും നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇനി എങ്ങനെയായിരിക്കും പ്രതിപക്ഷം കടുപ്പിക്കുക? കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമണി വീണ തലവലപ്പുറ സ്വദേശിയായിട്ടുള്ള 54 വയസ്സുകാരി ബിന്ദു മരിക്കാനിടയ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രി വീണ ജോർജിനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിന്റെ പല ജില്ലകളിലും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൈക്കാട് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പാലക്കാട് DMO ഓഫീസിനുള്ളിലേക്ക് പ്രവർത്തകർ തല്ലിക്കയറുന്ന കാഴ്ചയാണ്. പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനമാകെ പ്രതിഷേധം വ്യാപിച്ചിരിക്കുന്നു. പല സ്ഥലങ്ങളിലും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന സാഹചര്യമാണ്. മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു. കണ്ണൂർ DMO ഓഫീസിലേക്കും കോഴിക്കോടും പാലക്കാടും വലിയ മാർച്ചിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു. പോലീസ് ലാത്തി വീശുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ പ്രതിഷേധം തുടരുന്ന കാഴ്ചകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ പാലക്കാട് DMO ഓഫീസിലേക്കുള്ള മാർച്ചിൽ നിന്ന് പ്രവർത്തകരെ പോലീസ് പിടിച്ചു നീക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു വശത്ത്. മറ്റൊരു വശത്ത് തിരുവനന്തപുരത്ത് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് നിരത്തിലിറങ്ങിയ ദൃശ്യങ്ങൾ കാണുന്നു. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ ഉത്തരവാദി സർക്കാരാണ്, മന്ത്രിയാണ്. രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധമാണ് സംസ്ഥാനത്തെങ്ങും. നന്ദഗോപാൽ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നന്ദഗോപാൽ, പാലക്കാട്ടും വലിയ കനത്ത പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. എവിടെയാണ് പ്രതിഷേധിക്കുന്നത്? എന്താണ് സ്ഥലത്തെ സാഹചര്യം? യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തുടനീളം നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പാലക്കാടും DMO ഓഫീസിലേക്ക് ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും പോയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇവിടെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടുകൂടിയാണ് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പ്രവർത്തകർ ഈ മാർച്ചിൽ നിന്നും ഈ പ്രതിഷേധത്തിൽ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. ഇവർക്ക് പോലീസ് ഈ പ്രവർത്തകരെ തടയാൻ വേണ്ടിയുള്ള തടയുകയാണ് എന്നുള്ളതാണ്. ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? പലതരത്തിൽ പലയിടങ്ങളിൽ നിന്നും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയാതെ നിൽക്കുന്ന കാഴ്ച കാണുന്നു.